ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫിക് ഡിസൈനിലെ പ്രധാനപ്പെട്ട ഒരു വിഷ്വൽ എലമെൻ്റായ ടെക്സ്ചറിനെ കുറിച്ചാണ്. ടെക്സ്ചർ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സർഫസിൻ്റെയോ മെറ്റീരിയലിൻ്റെയൊക്കെ ഒരു വിഷ്വൽ അപ്പിയറൻസ് നമ്മുടെ ഡിസൈനിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമുക്കാണെങ്കിൽ ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഡിസൈൻ ഒരു വിഷ്വൽ ഇൻട്രസ്റ്റ് കൊണ്ടുവരാനും അല്ലെങ്കിൽ ഒരു മൂഡോ അല്ലെങ്കിൽ ഒരു ഡെപ്തോ ഒക്കെ കൊണ്ടുവരാനൊക്കെ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ മൊത്തത്തിൽ ഒരു ഡയമെൻഷനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ടെക്സ്ചറൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടെക്സ്ചർ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇമേജ് ടെക്സ്ചർ, രണ്ടെന്ന് പറഞ്ഞാൽ പാറ്റേൺ ടെക്സ്ചർ. ഇമേജ് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ മെറ്റീരിയലോ നമ്മൾ ഫോട്ടോഗ്രാഫോ സ്കാനോ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇമേജ് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതുപോലത്തെയൊക്കെയാണ് ഇമേജ് ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. പാറ്റേൺ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒന്നെങ്കിൽ ഒരു റിപ്പീറ്റിംഗ് ഡിസൈൻ എടുക്കുക അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പാറ്റേൺ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഒന്നെങ്കിൽ കൈകൊണ്ട് മേക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ടും മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കാണ് ഇമേജ് ടെക്സ്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. എൻവയോൺമെൻറ്റലുണ്ട്, ബയോളജിക്കലുണ്ട്, മാൻമെയ്ഡുണ്ട്. എൻവയോൺമെൻറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഇമേജ് ടെക്സ്ചർ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് ടെക്സ്ചറായിട്ട് യൂസ് ചെയ്യുന്നത്. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലൊക്കെയുള്ള മറ്റ് കാര്യങ്ങളൊക്കെയാണ്, ഇത് ഇലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മാൻമെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേണൊക്കെയാണ്. ഇപ്പം ഓരോ ചെറിയ നമ്മുടെ തുണിയിലൊക്കെ ഓരോ പാറ്റേണൊക്കെ ചെയ്ത് അതേപോലത്തെ മാൻമെയ്ഡ് പാറ്റേൺസ് ഒക്കെയാണ് ഇതൊക്കെ. ഈ പാറ്റേൺ ടെക്സ്ചർ തന്നെ ബയോളജിക്കലും ഉണ്ട്, മാൻമെയ്ഡും ഉണ്ട്. ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഓരോ ജീവജാലങ്ങളിലൊക്കെ കാണുന്ന പാറ്റേണൊക്കെയാണ്. അതൊന്നും മാൻമെയ്ഡ് ഒന്നുമല്ല. പിന്നീട് മാൻമെയ്ഡ് പാറ്റേൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യനായിട്ട് ക്രിയേറ്റ് ചെയ്ത പാറ്റേൺസൊക്കെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഗ്രാഫിക് ഡിസൈനിൽ എങ്ങനെ ടെക്സ്ചർ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഗ്രാഫിക് ഡിസൈനിൽ ടെക്സ്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ്റെ തന്നെ വിഷ്വൽ ഇമ്പാക്റ്റാണ് എൻഹാൻസ് ആവുന്നത്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു മൂഡോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടി നമുക്ക് ടെക്സ്ചർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ ഡിസൈനിൽ പലതരത്തിലുള്ള ടെക്സ്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് നമ്മുടെ ഡിസൈൻ വഴി കൺവേ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമുക്ക് ടെക്സ്ചർ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഡിസൈൻ ഒരു യുണീക്ക് ലുക്ക് കൊണ്ടുവരാനും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെക്സ്ചർ ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓവറായിട്ട് ഉപയോഗിക്കാതെ ലൈറ്റായിട്ട് തന്നെ ടെക്സ്ചറൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമുക്കാണെങ്കിൽ വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ടൊക്കെ നമുക്ക് ടെക്സ്ചർ നമ്മുടെ ഡിസൈനിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്സ്ചറിൻ്റെ സൈക്കോളജിയെ പറ്റിയാണ്. ഇപ്പോൾ ടെക്സ്ചർ ഉപയോഗിച്ച് നമുക്കാണ് പലതരത്തിലുള്ള ഇമോഷൻസും മൂഡും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്മൂത്ത് ടെക്സ്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മോഡേൺ ലുക്കും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലുക്കൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്കാണെങ്കിൽ ഒരു റഫ് ടെക്സ്ചർ ആണെങ്കിൽ അത് വെച്ച് നമുക്കാണെങ്കിൽ ഒരു നാടൻ തനിമ അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഫീലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കാണെങ്കിൽ ടെക്സ്ചർ ഉപയോഗിക്കുന്നതോടെ ഒരു ഡെപ്തും ഡയമെൻഷനും ഒക്കെ നമ്മുടെ ഡിസൈനിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ടെക്സ്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ നമ്മുടെ ഡിസൈൻ ഒരു 3 ഡയമെൻഷണൽ ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് ടെക്സ്ചർ ഉപയോഗിച്ചിട്ട് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ നമുക്കാണെങ്കിൽ ഒന്നുകിൽ നമുക്കൊരു ഇച്ചിരി ഒട്ടും നീറ്റല്ലാത്ത അല്ലെങ്കിൽ അലങ്കോലമായിട്ട് കിടക്കുന്ന ടെക്സ്ചറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ തന്നെ മൊത്തത്തിൽ ഇച്ചിരി റെബല്യസ് ആയിട്ടുള്ളൊരു ഫീൽ വരും. എന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്തെങ്കിലും തിളച്ച് നിൽക്കുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്കാണെങ്കിൽ ഇങ്ങനത്തുള്ള ടെക്സ്ചർ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ് ഫ്ലോയിങ് ടെക്സ്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാമും പീസ്ഫുള്ളും ആയിട്ടുള്ള ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ടെക്സ്ചറിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആണെങ്കിൽ ഒരു ഓർഗാനിക് കാര്യമാണ് ഇതിനകത്ത് ടെക്സ്ചറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അതൊരു ഓർഗാനിക് ലൈഫ് നമുക്ക് ഈ ഒരു ഡിസൈൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്ചർ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെയൊക്കെ ഇടയ്ക്കൂടെയാണ് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ടെക്സ്റ്റ് ലെയറിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ടെക്സ്ചർ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസൈന് മൊത്തത്തിൽ ഒരു 3 ഡയമെൻഷണൽ ഫീൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്പേസ് ഉള്ളൊരു ഫീൽ ക്രിയേറ്റ് ആവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ടെക്സ്ചർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജാണ്. അപ്പോൾ ഇത് ഒരു ഇലിസ്ട്രേഷൻ ആക്കിയപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ടെക്സ്ചറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മൊത്തത്തിലൊരു ഫീൽ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീലൊക്കെ ഒരു ഡെപ്തൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇതേപോലെ ടെക്സ്ചർ യൂസ് ചെയ്യേണ്ടി വരും.